ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുക ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ആഴമായി സ്നേഹിപ്പാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര ശ്രേഷ്ഠമായതെല്ലാം തന്നിടുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എൻ്റെ ഭാവിയെ കരുതാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ അത്ഭുതമാക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ ധന്യനായി തീർക്കുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കാത്തു സൂക്ഷിക്കുവാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെ ഈ സമയത്ത് അറിയിക്കുന്നു. കുടുംബ ജീവിതം ബൈബിളിൽ അതിപ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കുടുംബജീവിതം. നാം ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ, ബൈബിൾ ആരംഭിക്കുമ്പോൾ ആദാമിൻ്റെയും ഹവ്വായെയും ദൈവം യോജിപ്പിച്ച് കുടുംബം ബന്ധം ആരംഭിക്കുന്നു. പുതിയ നിയമത്തിലാവട്ടെ, പുതിയ നിയമത്തിൽ ആരംഭ ഭാഗത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ യേശു കർത്താവ് തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ആദ്യമായി അത്ഭുതം ചെയ്ത് ദൈവമഹത്വം വെളിപ്പെടുത്തുന്ന ഒരു വിവാഹ വീട്ടിലാണ്. കാനാവിൽ വെച്ച് നടന്ന കല്യാണം ബൈബിൾ അവസാനിപ്പിക്കുന്നതോ വെളിപ്പാട് പുസ്തകവും അവസാന അധ്യായങ്ങളിൽ മണവാളനും മണവാട്ടിയുമായ ബന്ധത്തോടുകൂടി. ബൈബിൾ ഉടനീളം നാം പഠിക്കുമ്പോൾ കുടുംബ ജീവിതത്തിന് പല ഭാഗങ്ങളിൽ വളരെ ശക്തമായി കുടുംബ ബന്ധം ഒരു മനസ്സോടെ ഇരിക്കേണ്ടതിനും കുടുംബജീവിതത്തിലൂടെ അനുഗ്രഹം ലഭിക്കേണ്ടതിനെക്കുറിച്ചും വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായത്തിൽ 26 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു: നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അവൻ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവ്വജാതിന്മേലും മൃഗങ്ങളുമേലും സർവ്വഭൂമിയിലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവനെ സൃഷ്ടിച്ചു. ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പറവജാതിന്മേലും സർവ ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്നവരോട് കൽപ്പിച്ചു. കുടുംബജീവിതം ഈ ഭൂമിയിൽ ദൈവം ആരംഭിക്കുമ്പോൾ ആദാമിനോടും ഹവ്വായോടും ദൈവം പറയുന്നത്, നിങ്ങൾ വാഴുക സകലത്തിൻ്റെ മേലും. എന്നാൽ എവിടെയാണ് വാഴ്ച നഷ്ടപ്പെട്ടത്? ഐക്യത നഷ്ടപ്പെട്ടപ്പോൾ, പാവം ജീവിതത്തിൽ വന്നപ്പോൾ, ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ വാഴ്ച നഷ്ടപ്പെട്ടു.
എന്നാൽ ഈ വാഴ്ചയിലേക്ക് എങ്ങനെ മടങ്ങി വരാൻ കഴിയും? അനുഗ്രഹത്തിലേക്ക് എങ്ങനെ മടങ്ങി വരാൻ കഴിയും? കർത്താവായ യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ പറഞ്ഞു, നിങ്ങൾ 18:18 പറയണം, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അതിനാ വാഴ്ച എന്ന് പറയും. എന്നിട്ട് പറയാം, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, ഭൂമിയിൽ വെച്ച് നിങ്ങൾ 2 പേർ യാചിക്കുന്ന ഏതെങ്കിലും കാര്യത്തിൽ ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കിൽ നിന്ന് അവർക്ക് ലഭിക്കും. ഭൂമിയിൽ 2 പേർക്ക് ഐക്യമത്യപ്പെടാൻ ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയല്ലേ കുടുംബജീവിതം? കുടുംബജീവിതത്തിൽ 2 പേർ ഒരു മനസ്സോടെ ഭാര്യയും ഭർത്താവും കൂടെ ഇത്രയും ഐക്യമത്യപ്പെടാൻ പറ്റുന്നത് ആരാണുള്ളത്? സഭയിലുള്ളവർക്ക് അത്രയും പറ്റുമോ? ഭൂമിയിൽ ഐക്യമത്യപ്പെടാൻ പറ്റുന്നത് ഭാര്യയും ഭർത്താവുമാണ്. അതിനാണ് ദൈവം അങ്ങനെ ഒരു കുടുംബ ബന്ധം ഭൂമിയിൽ സ്ഥാപിക്കുന്നത്. ഭൂമിയിൽ സ്ഥാപിച്ചിട്ട് ദൈവം ആഗ്രഹിച്ചത് ഇവർ സ്വർഗത്തിൽ കെട്ടുന്നവരും ഭൂമിയിൽ അഴിക്കുന്നവരും ഇങ്ങനെ അധികാരത്തോടെ നിൽക്കുന്നവരായി വാഴുന്നവരായി നിൽക്കാനാണ്. എന്നാൽ പലപ്പോഴും കുടുംബ ബന്ധങ്ങൾ തകരുന്ന എവിടെയാണ്? ഐക്യത നഷ്ടപ്പെടുമ്പോഴാണ്. നാം ബൈബിൾ പഠിക്കുമ്പോൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഐക്യതയിൽ ഒരു മനസ്സോടെ നിന്നാണ് പ്രവർത്തിക്കുന്നത്. നമ്മൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ 5-ാം അധ്യായത്തിൽ പറയാണ്, 22 മുതൽ വാക്യങ്ങൾ പറയാണ്, ഭാര്യമാരെ കർത്താവിനെന്നതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം. ക്രിസ്തു ശരീരത്തിന് രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. എന്നിട്ട് പറയാണ്, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്കും സകലത്തിനും കീഴ്പ്പെടണം. ഇതിനകത്തുള്ളൊരു പ്രശ്നം എന്നാണ്? കുടുംബജീവിതത്തിൽ തല പുരുഷനാണ്, സഭയുടെ തല ക്രിസ്തുവാണ്. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട്, ഭർത്താക്കന്മാർക്ക് അടിമയായിരിക്കണം സ്ത്രീകൾ. അങ്ങനെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൈവം തുല്യതയോടുകൂടെ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഒരു കാര്യം ഓർത്താൽ മതി, തല മുറിച്ച് കളഞ്ഞാൽ ശരീരത്തിൽ നിൽക്കാൻ പറ്റത്തില്ല. ശരീരമില്ലാതെ തലയ്ക്കും നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തലയും ശരീരവും കൂടെ ഒന്നിച്ച് നിൽക്കുമ്പോഴാണ് ഭാര്യയും ഭർത്താവും കൂടെ ഒന്നിച്ച്. അതുകൊണ്ടാണ് തൊട്ടടുത്ത വാക്യം കർത്താവ് പറയണം, ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ സ്നേഹിക്കണം. അവിടെയാണ് കർത്താവിന് അത്ഭുതം ചെയ്യാൻ പറ്റുന്നത്. കാനാവിൽ നടന്ന കല്യാണത്തിൽ യേശു അത്ഭുതം ചെയ്തു. 3-ാം നാൾ കാനാവിൽ യേശു വന്നു. യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചു. അവിടെ വീഞ്ഞ് പോരാതെ വന്നു. യേശു അപ്പോൾ അവരോട് പറയാണ്, വീഞ്ഞില്ല എന്ന് പറഞ്ഞു. അപ്പം യേശുവിൻ്റെ അടുത്ത് ചെന്നു, യേശുവിനോട് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് 5-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ്റെ അമ്മ ശുശ്രൂഷക്കാരോട് പറയാണ്, നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ. ഇന്ന് കുടുംബജീവിതത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വാഴ്ച ഉണ്ടാകണമെങ്കിൽ, ഒരു അത്ഭുതം നടക്കണമെങ്കിൽ, കാനാവിൽ എന്താ സംഭവിച്ചത്? ആ കല്യാണത്തിന് യേശുവിനെ വിളിച്ചതാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിൽ യേശുവിനെ ക്ഷണിക്കുക ഒന്നാമതായി. 2, മറിയ പറഞ്ഞ വാക്കുകളാണ്. ശുശ്രൂഷക്കാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യണം. യേശു പറഞ്ഞ കാര്യം അനുസരിക്കണം. കുടുംബജീവിതത്തെക്കുറിച്ച് ദൈവവചനം പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം. അനുസരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പിന്നെ കൽപ്പാത്രം കൊണ്ടുവരാൻ പറയുന്നു, വീഞ്ഞില്ല. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ യേശു പറഞ്ഞ പോലെ അവർ ചെയ്തു. കൽപ്പാത്രങ്ങൾ കൊണ്ടുവന്നു, വെള്ളം കോരി, എന്നിട്ട് വിരുന്നുകാരെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അപ്പം വെള്ളം കൊണ്ട് കൊടുത്തപ്പോൾ ഇപ്പോൾ അത് വീഞ്ഞായി മാറിയിരിക്കുന്നു. യേശുവിൻ്റെ കയ്യിലോട്ട് ആ കുടുംബജീവിതം ഒന്ന് കൊടുത്തേ. രുചിയില്ലാത്തതും ഗുണമില്ലാത്തതും നിറമില്ലാത്തതുമായി പച്ചവെള്ളത്തെ വീഞ്ഞാക്കി തീർത്ത കർത്താവ് ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തെയും ഒരത്ഭുതമാക്കും. ഇവിടെ പറയാണ്, ഗലീലയിലെ കാനാവിൽ വെച്ച് യേശു അത്ഭുതം ചെയ്ത് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെട്ടു. ഇന്ന് യേശുവിനെ ഒന്ന് ജീവിതത്തിലേക്ക് ക്ഷണിക്കാമോ? തലയും ശരീരവും കൂടെ ഒന്നിച്ചൊന്ന് നിൽക്കാമോ? ഭാര്യയും ഭർത്താവും കൂടെ ഒരു മനസ്സോടെ നിൽക്കാമോ? ഒരേ ഹൃദയത്തോടൊന്ന് കരം കോർത്ത് പ്രാർത്ഥിക്കാമോ? യേശു പറഞ്ഞതൊന്ന് അനുസരിക്കാമോ? എന്നാൽ നിങ്ങൾ വാഴുന്നവരായി തീരും. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. പിതാവെ, പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഏതെങ്കിലും ആലംബിച്ച കുടുംബബന്ധത്തിൽ കർത്താവ് വാഴുന്നവരാക്കി, സകലത്തിന്മേലും വാഴുന്നവരാക്കി തീർക്കാനായിരുന്നല്ലോ കർത്താവിൻ്റെ ആഗ്രഹം. എന്നാൽ പലപ്പോഴും ഞങ്ങളുടെ ഐക്യത നഷ്ടപ്പെട്ട് കുടുംബജീവിതത്തിൽ പിശാച് കയറി കുടുംബ ബന്ധങ്ങളെ തകർക്കുമ്പോൾ
കർത്താവിൽ നിന്ന് കേൾക്കുന്ന കുടുംബ ബന്ധങ്ങളിൽ ദൈവീയ സമാധാനം വ്യാപരിക്കട്ടെ. വലിയൊരു ഐക്യത വ്യാപരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നു അതുപോലെ ഒരേ ഹൃദയത്തോടെ നിൽക്കുവാൻ ഇന്ന് വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും ഇടയാവട്ടെ. അപ്പോൾ തന്നെ ഇന്ന് ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന ചില വ്യക്തികൾ ഇന്ന് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഡൈവോഴ്സൊക്കെ മാറിപ്പോകട്ടെ. ആ കുടുംബജീവിതത്തിൽ വലിയ സമാധാനം വ്യാപരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനവും ഐക്യതയും സന്തോഷവും വ്യാപരിക്കട്ടെ. ഇവരൊന്നിച്ച് പ്രാർത്ഥിക്കട്ടെ. ഇവരൊന്നിച്ച് ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കട്ടെ. ഭൂമിയിലെ കാര്യങ്ങൾ അത്ഭുതം നടക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഇവരുടെ തലമുറകൾ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എന്നെ കേൾക്കുന്ന രോഗികൾ ഇപ്പോൾ തന്നെ യേശുവിൻ അടിപ്പിണരുകളാൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയഭാരങ്ങൾ മാറിപ്പോകട്ടെ. ആകുല ചിന്തകൾ മാറട്ടെ. ഭയങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം ഓരോ വ്യക്തി ജീവിതങ്ങളും വ്യാപരിക്കട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. സകല മഹത്വവും അർക്കപ്പെട്ട കുഞ്ഞാടിന് യേശു ക്രിസ്തുവിൻ പുനനാമത്തിൽ പിതാവേ, ആമേൻ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനുമെൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങൾ അനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ.